നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 11/5/2024 അതായത് ഇന്ന് നടന്ന ഡിഗ്രി പ്രാഥമിക പരീക്ഷയുടെ മലയാളം ആൻസർ കീയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അതേ മലയാളം ചോദ്യങ്ങൾ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നോക്കുക, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. പക്ഷിക്കൂട്, നീഡം എന്നുള്ളതാണ് ശരി. ഉത്തരം എന്താണ്? നീഡം. അതുകൊണ്ടാണ് നീഡത്തിൽ ജനിക്കുന്നത് ആരായത്? നീഡജം, പക്ഷിയായത്. നീഡം, പക്ഷിക്കൂട്, നീഡജം, നീഡത്തിൽ ജനിക്കുന്നത് പക്ഷി. നിഡിലം എന്ന് പറഞ്ഞ എന്താ? നമ്മൾ പറയില്ലേ കിടിലം എന്ന് പറഞ്ഞ, ഓർക്കാൻ പറഞ്ഞിരുന്നു. കിടിലം നെറ്റി. നിഡിലം എന്ന് പറഞ്ഞ നെറ്റി എന്നാണ് അർത്ഥം. അതിവിടെ നോക്കി വയ്ക്കുക. അടുത്തത് ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം എന്താ? വാഗ്വാദം എന്നുള്ളതാണ്. വാക്ക് പ്ലസ് ദാനം നമ്മൾ മുൻപ് പറഞ്ഞുള്ള അതേ ചോദ്യമാണ്. വാക്ക് പ്ലസ് ദാനം എന്താ? അത് വാഗ്ദാനം എന്ന് വരുന്നു പറഞ്ഞു. അതുകൂടാതെ വാക്ക് പ്ലസ് വാദം വാഗ്വാദം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാക്ക് പ്ലസ് മയം വാഗ്മയം എന്ന് പറഞ്ഞു. ത്വക്ക് പ്ലസ് രോഗം ത്വഗ്രോഗം എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളത് ഡിസ്കസ് ചെയ്ത അതേ ചോദ്യമാണോ? എളുപ്പമുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, നോക്കുക. അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അമരം. ഒരു തോണിക്ക് മുൻഭാഗവും ഉണ്ട് പിൻഭാഗവും ഉണ്ട് അല്ലേ? തോണിയുടെ മുൻഭാഗമാണ് അണിയും പിൻഭാഗമാണ് അമരം. അതുകൊണ്ടാണ് അണിയമായി നീ അമരമായി ഞാൻ എന്ന പാട്ട് അല്ലേ? മായാനദിയിലെ വളരെ പ്രശസ്തമായൊരു ഗാനമായിരുന്നു അല്ലേ? അണിയമായി നീ അമരമായി ഞാൻ. അണിയം എന്ന് പറഞ്ഞാൽ തോണിയുടെ മുൻഭാഗമാണ്, അമരം പിൻഭാഗമാണ്. പിന്നിലിരുന്ന് തുഴയുന്ന ആൾക്ക് കുറച്ചുകൂടെ ശക്തി വേണം അല്ലേ? പിന്നിലിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ശക്തി വേണം. അണിയം എന്ന് പറഞ്ഞാൽ തോണിയുടെ മുൻഭാഗം, അമരം പിൻഭാഗം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. അപ്പോൾ പഴഞ്ചൊല്ല് എന്ന് പറയുമ്പോൾ പഴകിയ ചൊല്ല്, അധികമായാൽ അമൃതം വിഷം എന്നുള്ളതാണ്. ഭഗീരഥ പ്രയത്നം ശൈലിയാണ്. ഞെട്ടിയില്ല വട്ടയില്ല അതെന്താണ്? അതൊരു കടങ്കഥയാണ്. മനസ്സാവാചകരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ശൈലി തന്നെയാണ്. അടുത്തത് ശരിയുത്തരം തിരഞ്ഞെടുക്കുക. ശരിയുത്തരം തായ് വഴി അല്ലേ? തായ് പ്ലസ് വഴി, തായ് വഴി. അടുത്തത് പെങ്ങൾ എന്ന പദം ഏത് വചനമാണെന്നായിരുന്നു? പെങ്ങൾ എന്ന പദം ഏതാ? ഏകവചനമാണ്. പെങ്ങൾ, ഒരാളേ ഉള്ളൂ അല്ലേ? അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ശരിയായ പദം വിദ്യുത് പ്ലസ് ശക്തി, വിദ്യുത് ശക്തി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക കഴിഞ്ഞാൽ അടുത്തത് വാക്യശുദ്ധി എന്നുള്ളൊരു പദമായിരുന്നു. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി എന്നാണ് ശരിയായ ഉത്തരം. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തലവേദനയുണ്ട്. നമ്മൾ നിത്യേന പറയുന്നതാണ് അല്ലേ? ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. ഐ എം സഫറിങ് ഫ്രം ഹെഡ് ഏക്ക്. അടുത്തത് അറിയാനുള്ള ആഗ്രഹം എന്താ? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. ഓക്കെ, വിവക്ഷ എന്താ? പറയാനുള്ള ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, വളരെ 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 പോപ്പുലർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. നമുക്ക് വീണ്ടും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കാണാം.